ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ കണ്ടെത്തിയിട്ടുണ്ട്, ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിതാ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മിക്കേൽ സ്റ്റെറയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച്. അപ്പോൾ ഈ ഒരു കോച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. സ്റ്റെറ ഒരു സ്വീഡിഷ് കോച്ചാണ്. സ്വീഡനിൽ നിന്നാണ് കോച്ച് വരുന്നത്. 48 വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം അവസാനമായിട്ട് പരിശീലിപ്പിച്ചത് തായ്ലൻഡിലെ ഫസ്റ്റ് ടയർ ലീഗിലാണ്. ഉതായ് തനി എന്നാണ് ആ ക്ലബിൻ്റെ പേര്. 7ാം സ്ഥാനത്തായിരുന്നു. ഒരു വർഷമാണ് അവിടെ നിന്നിട്ടുള്ളത്. സ്വീഡിഷിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കോച്ച് പരിശീലിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ MLS-ൽ പരിശീലകൻ്റെ റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. നോർവേ ഫസ്റ്റ് ടയർ ലീഗിലും കോച്ച് പരിശീലിപ്പിച്ചിട്ടുണ്ട്. 3-4-3 എന്ന ഫോർമേഷനിലാണ് കോച്ച് ടീമിനെ സാധാരണ ഇറക്കാറുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ സീസണുകളായിട്ട് 4-4-2 എന്ന ഫോർമേഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇവാൻ ഉക്കമാനോവിച്ച് 4-4-2 എന്ന ഫോർമേഷൻ തന്നെയാണ് സാധാരണ ടീമിനെ ഇറക്കാറുള്ളത്. അപ്പോൾ ഇനി മിക്കേൽ സ്റ്റെറയുടെ കീഴിൽ നമുക്ക് 3-4-3 എന്ന ഫോർമേഷനിൽ കാണാം. ഇദ്ദേഹത്തിൻ്റെ അവസാന ക്ലബ്ബിൽ അത്ര മികച്ച സീസൺ ആയിരുന്നില്ല എങ്കിലും 90കളിൽ ഇദ്ദേഹം അസിസ്റ്റന്റ് മാനേജറായിട്ട് തൻ്റെ കോച്ചിങ് കരിയർ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ടീമുകളെ പരിശീലിപ്പിച്ച ഒരു പരിചയ സമ്പത്ത് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ താൻ സന്തോഷവാനാണെന്ന് കോച്ച് പറഞ്ഞു. കൂടാതെ ഏഷ്യയിൽ തന്നെ തുടരാൻ സാധിച്ചതിലും അദ്ദേഹം സന്തോഷവാനാണെന്ന് പറഞ്ഞു. കൂടാതെ ഇദ്ദേഹം പരിശീലിപ്പിക്കുന്ന ഏഷ്യയിലെ 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്തായാലും മിക്കേൽ സ്റ്റെറയ്ക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ പ്രകടനം നടത്തുമെന്ന് തന്നെയാണ് വിശ്വാസം. കൂടാതെ കിരീടം നേടിക്കൊടുക്കാൻ കോച്ചിന് കഴിയുമെന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ISL-ലെ ആദ്യ സ്വീഡിഷ് പരിശീലകനാണ്. കോച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ അവസരം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇത് സ്കൂളിൽ നോട്ട് വെക്കുക.